സംസ്കാര സാഹിതി പൊന്നാനിയിൽ സലീം കുമാർ അനുസ്മരണം നടത്തി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പൊതുസമൂഹത്തെ സാംസ്കാരിക രംഗവുമായി കൂട്ടിയിണക്കുന്ന പാലമായി പ്രവർത്തിക്കാൻ കോൺഗ്രസിന്റെ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതിക്ക് കഴിയണമെന്ന് കെ പി നൌഷാദ് അലി MLA പറഞ്ഞു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സ്വന്തം ആശയങ്ങളും ആദർശവും പണയപ്പെടുത്താൻ തയ്യാറാകാത്ത തന്റേടിയായ കലാകാരനായിരുന്നു ഭരത് അവാർഡ് ജേതാവ് കൂടിയായ മലയാളത്തിന്റെ മഹാനടൻ സലീം കുമാർ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വള്ളപ്രം PT മോഹനകൃഷ്ണൻ സ്മാരക സൗധത്തിൽ നടന്ന സംസ്കാര സാഹിതി പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സലീം കുമാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊന്നാനി നിയോജക മണ്ഡലം ചെയർമാൻ TP ശബരീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഇടവേള റാഫി, സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രണവ് പ്രസാദ്, സംസ്കാര സാഹിതി മലപ്പുറം ജില്ലാ ട്രഷറർ അടാട്ട് വാസുദേവൻ, മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് പൊന്നാനി, പൊന്നാനി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജാസ്മിൻ, കലാഭവൻ അഷ്റഫ്, പൊന്നാനി നിയോജക മണ്ഡലം ജനറൽ കൺവീനർ മഹേഷ് ബാബു സ്വാഗതവും ട്രഷറർ മുഹമ്മദ് ഷെരീഫ് നന്ദിയും പറഞ്ഞു. കോൺഗ്രസിനെ ഓർക്കുകയും പരസ്യമായി കോൺഗ്രസ് ആണെന്ന് പറയുകയും ചെയ്ത ഒരുപിടി കലാകാരന്മാരുണ്ട്. പ്രേംനസീർ തൊട്ട് ആ പട്ടിക തുടങ്ങുന്നുണ്ട്. ജഗദീഷ് ശ്രീകുമാറുണ്ട്, സലീം കുമാറുണ്ട്, ജഗദീഷ് ഉണ്ട്, അങ്ങനെ ഒരു സിദ്ദീഖ് ഉണ്ട്. അങ്ങനെ വലിയൊരു നിര കോൺഗ്രസ് ആണെന്ന് പരസ്യമായിട്ട് പറയാൻ തയ്യാറായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. തീർച്ചയായിട്ടും സാംസ്കാരിക സാഹിത്യ ഈ സാഹിത്യ സാംസ്കാരിക രംഗവും കോൺഗ്രസും തമ്മിലൊരു പാലമായിട്ട് വർത്തിക്കേണ്ട ഒരു സംഘടനയാണ്. ഏറ്റവും ചുരുങ്ങിയത് പൊന്നാനിയിലെ സാംസ്കാരിക രംഗത്തെയും പൊന്നാനിയിലെ കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ട് സാംസ്കാരിക സാഹിത്യം പ്രവർത്തിക്കുന്ന പക്ഷം അത് പ്രാദേശികമായിട്ട് നമുക്ക് വലിയ മുൻതൂക്കം നൽകാൻ ഇടയാക്കും എന്ന് പറയാൻ